രാത്രിയാണ് ഇത് ചെയ്തത്. അന്ന് രാവിലെ തൊട്ട് തലേദിവസം ഇവിടുന്ന് കഴിച്ചു പോയതാ. ഉച്ചയ്ക്ക് തലേദിവസം ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചു പോയതാ. അന്ന് രാത്രി പിറ്റേ ദിവസവും ഒന്നും കഴിക്കാണ്ട് അന്ന് രാത്രിയാണ് ഇങ്ങനെ ചെയ്തത്. അന്ന് ഇവിടെ വീട്ടിൽ അമ്മമ്മ മരിച്ചിരിക്കുന്ന സമയം, ബാലേട്ടൻ്റെ അമ്മമ്മ മരിക്കണ സമയം ആ തലയിലാണ്. അപ്പോൾ പറയണത് ഇവിടെ വന്നപ്പോൾ അമ്മായി അപമാനിച്ചു എന്നാണ്. ഒന്നും കൊടുത്തില്ല, അമ്മായിയമ്മ മരിച്ചിട്ടില്ല, ഒന്നും കൊടുത്തില്ല. ഇവിടെ വന്നപ്പോൾ അമ്മായി ആൾക്കാരെ മുന്നിൽ വെച്ച് അപമാനിച്ചു. ഇവളക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇവള് പറയുമ്പോൾ ഇവിടെ ഉണ്ട്, ആൾക്കാരെ മുന്നിൽ വെച്ച് അപമാനിച്ചു, ഒന്നും കൊടുത്തില്ല, നിങ്ങളൊരാണാണോ എന്നൊക്കെ ചോദിച്ചു അമ്മായി. അതുകൊണ്ട് പിന്നെ കഴിയാനും കഴിയില്ല. 2 കാരണം കൂടി കഴിയപ്പോൾ അമ്മ ഒരവസാനം. ചെറിയമ്മ എപ്പോഴും പറയൂല, അത് പറഞ്ഞിട്ട് കഴിയില്ല. കൂടെ പറപ്പ അതിന് തന്നെ ഉണ്ടാവും ചെറിയമ്മയ്ക്ക്. ആ പേരും പറഞ്ഞ അമ്മായിയെ ദ്രോഹിച്ചിട്ടുണ്ട്. കടത്തിയിട്ടില്ല. അതിപ്പോൾ ചെറിയമ്മയും പറഞ്ഞിട്ട് കഴിയില്ല. എൻ്റെ ആങ്ങളെയായാലും എനിക്ക് ആങ്ങളോടാ, അല്ലാണ്ട് ആങ്ങളുടെ ഭാര്യയോട് എന്താ സ്നേഹം ഉണ്ടാവുക? അല്ല, ആങ്ങളോടല്ല സ്നേഹം ഉണ്ടാവുക. എന്നിട്ട് അത് ഉണ്ടായി സംഭവമാണ്. മാമ തന്നെ ചേച്ചി കാശ് അയച്ചു, ഇവളുടെ ബന്ധത്തിന് കണ്ണൂക്ക് ചേച്ചി അയച്ചു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു മാമ, നിനക്കത് എൻ്റെ പേർക്ക് അയക്കായിരുന്നില്ലേ, എന്നാൽ ഞാൻ കൊണ്ടു കൊടുത്തേനെ. അപ്പോൾ എനിക്കൊരു വില ഉണ്ടായേനെ. നീ അയച്ച കാശായാലും എൻ്റെ പേർക്ക് അയച്ച് ഞാൻ കൊണ്ടു കൊടുത്തു എന്ന് വെച്ചാൽ എനിക്കൊരു വില ഉണ്ടായേനെ. രാഘവൻ നായർ. എന്നിട്ട് തൂങ്ങി മരിച്ചു. തലേ ദിവസം രാത്രി തൂങ്ങി മരിച്ചതാ. ഞങ്ങൾ ഈ ഉള്ളിയും പരിപ്പും കൂട്ടാനും പിറ്റേ ദിവസം തിളപ്പിച്ച് ഞങ്ങൾ ബോർഡ് കൊടുക്കാണ്ട് മാമയ്ക്ക് തിളപ്പിച്ച് പപ്പടമൊക്കെ കാച്ചി പെങ്ങൾ കാത്തിരിക്കുക. ഉണ്ണാൻ വരാണ്ടായപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ കഴിച്ച് കിടന്നപ്പോൾ ഇത് രാവിലെ ഉണ്ടായി. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച് കിടക്കൂല. കിടന്ന് എനിക്ക് ഞാൻ ആ കിഴക്കോർത്തിരിക്കുമ്പോൾ അപ്പുറത്തൊരു ചോമാരുണ്ട്. ഒരാൾ വന്ന് പറയും, അയാളൊരു പൊട്ടൻ ചോദിക്കണതാ, രാഘവൻ നായർ തൂങ്ങി മരിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ? രാഘവൻ നായർ തൂങ്ങി മരിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പം ചെറിയമ്മ തോർത്തമുള്ള എൻ്റെ ഒപ്പയെന്നും പറഞ്ഞിട്ട് പോവാൻ നിൽക്കുക. അപ്പം എല്ലാവരും വന്ന് പിടിച്ചു. പോയില്ല. പിറ്റേ ദിവസം ബോഡി കൊണ്ടുവന്ന് മുറ്റത്ത് അമ്മമ്മയെ അറിയിച്ചില്ല. ആ ചെവി കേൾക്കാതെ കൊണ്ട് വെച്ച് ശാപം ഉപകാരം എന്ന് പറഞ്ഞത് അന്നാണ് ആയത്. ചെവി കേട്ടില്ല. അമ്മമ്മയെ വലിയ മാമ പറഞ്ഞു, വലിയ കാരണവർ പറഞ്ഞു, അമ്മയെ അറിയിക്കണ്ട, ഈ വയസ്സിൽ അതിനത് താങ്ങാൻ പറ്റില്ല. തലേ ദിവസം ഉണ്ടായിട്ട് തലേ ദിവസം ആൾക്കാരൊക്കെ വന്നില്ല. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിക്കുക, എന്താ ഈ ആൾക്കാരൊക്കെ? രണ്ടാമത്തെ ആളുടെ ഭാര്യയും മക്കളും രാത്രി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അമ്മാമ്മൻ്റെ ഭാര്യയും ഒരു ബിഹാറിലായിരുന്നു. എന്താടി ഇവരിവിടെ? ഞാൻ പറഞ്ഞു, വെറുതെ വന്നതാ അമ്മമ്മേ, വൈകുന്നേരം ഈ വന്നപ്പോൾ പിന്നെ നാളെ രാവിലെ പോവാന്ന് വെച്ചിട്ട് ഇവിടെ നിന്നതാ. അറിഞ്ഞില്ല. ബോഡി കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചുള്ളൂ, ഉള്ളിൽ കയറ്റിയില്ലേ. കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച് കിഴക്കേ വളപ്പിൽ കൊണ്ടുപോയി ദഹിപ്പിച്ച്. ആ കിഴക്കേ വളപ്പുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ആ കിഴക്കേ വളപ്പിൽ അറ്റത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു. പിന്നെ മുത്തച്ഛൻ എങ്ങനെയാ മരിച്ചത്? മുത്തച്ഛൻ അങ്ങനെ കിടന്ന് മരിച്ചു. അങ്ങനെയൊക്കെ കിടന്നു പറഞ്ഞില്ലേ, ഒഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുത്തച്ഛൻ, അമ്മേൻ്റെ അച്ഛൻ പൂനെയിലല്ലേ മരിച്ചത്. വയറുവേദനയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് അറിയാം, അല്ല ക്യാൻസർ ആയിരുന്നുണ്ടാവേ, വയറുവേദനയായിരുന്നു അത്ര. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയില്ലേ? ആർമി ഹോസ്പിറ്റലിൽ അന്ന് അജയൻ്റെ നാന് അവരുടെ അമ്മയൊക്കെ ഹോസ്പിറ്റൽ അവിടെ പൂനെയിലുണ്ട്. അവരുണ്ടായിരുന്നു അച്ഛന് കൂട്ട് പൂനെയിലുണ്ട്.
പിന്നെ ആ ഓപ്പാന്നിൻ്റെ മാമയുണ്ടല്ലോ അതുണ്ടായിരുന്നു പൂനെയിൽ. അവരൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ മരിക്കും. ഓപ്പയും ഇവരുടെ കൂടെ ആയിരുന്നു, ആ സെയിം ഡിപ്പാർട്ട്മെന്റിൽ. അത് അപ്പാർട്ട്മെന്റ് ഒന്നും എനിക്കറിയില്ല. എനിക്കന്ന് 7 വയസ്സാണ്. ആർമിയിലായിരുന്നു. ആർമിയിലായിരുന്നു. ഹോസ്പിറ്റലിൽ ആർമിയിലായിരുന്നു. ആർമിയിലായിരുന്നു. ആർമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വയറുവേദനയായിരുന്നു എന്നാണ് പറയണത്. പണക്കാരല്ല മാസം വീതം കഴിച്ചു കഴിഞ്ഞു. എൻ്റെ നളിനി മുത്തച്ഛന് ഉണ്ടാക്കിയ മുതലുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടാണ് മരിച്ചത്. ആ മുത്തച്ഛൻ സുഖമായിട്ട്. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 6, അമ്മ മരിക്കുമ്പോൾ 7. ഒരു കൊല്ലത്തിനുള്ളിൽ മരിച്ചു. അപ്പോൾ അച്ഛൻ ഈ ഏപ്രിലിൽ മരിച്ചു, അല്ല മെയ്യിൽ മരിച്ചു. അടുത്ത ഏപ്രിലിൽ അമ്മയും മരിച്ചു, ഒരു കൊല്ലത്തിനുള്ളിൽ. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 6 വയസ്സ്. അപ്പോൾ വിലാസിനെ ചെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ തങ്കത്തിനെ സ്കൂളിൽ ചേർത്തി. 6 വയസ്സിൽ തങ്കത്തിനെ സ്കൂളിൽ ചേർത്തി. ഇനി ആരെന്ത് ചേർത്തിയാലും എനിക്ക് എന്താ ഞാൻ പോവാറായില്ല. അങ്ങോട്ട് തന്നെ മനസ്സിലായി. ഇനി ആരെന്ത് ചേർത്തിയാലും എനിക്ക് കാണാൻ പറ്റില്ല. ഇനി അവരെയൊന്നും ഞാൻ പോവാറായിരുന്നു. മുത്തച്ഛൻ എൻ്റെ അച്ഛൻ മരിച്ചു പൂനെയിൽ കിടന്നു. അവിടെ തന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ, വല്യമ്മേനും വിലാസിനെയും. എൻ്റെ വല്യമ്മ വല്യമ്മ അത് പിന്നെ ഉണ്ടാവില്ല, ഭാര്യയും ഭർത്താവില്ല. അവർ വല്യമ്മയും കുഞ്ഞച്ഛനും ചേച്ചിയും എൻ്റെ ഇപ്പോൾ അരിമ്പൂരുണ്ടായിരുന്ന വല്യമ്മയും വല്യച്ഛനും എൻ്റെ ഓപ്പ എൻ്റെ അപ്പൂമാമ്മ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് എല്ലാം ചെയ്തത്. അന്തിമ സംസ്കാരം അവിടെ ചെയ്തത് പൂനെയിലാണ്.